അഭിനയ കലയോട് അഭിനിവേശമാണ് കൂത്തുപറമ്പിനടുത്ത ചെറുവാഞ്ചേരി സ്വദേശി സത്യന്. നാടകവേദികളിൽ നിന്നും വെള്ളിത്തിരയിലെത്തിയ സത്യൻ കാവിൽ അബ്രപാളിയിൽ തന്റേതായ ഒരിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ചെറിയ വേഷങ്ങളിലൂടെയാണെങ്കിലും തനതായ അഭിനയ ശൈലി കൊണ്ട് സിനിമയിൽ ശ്രദ്ധേയ സാന്നിധ്യമാണ് സത്യൻ. സമീപകാലത്തിറങ്ങിയ ചില ചിത്രങ്ങളിലൂടെ സിനിമാ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങ് ഈ നിലയിൽ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആമിന, ആമിന, എന്റെ പേര് ആമിന നട. നമുക്ക് എനക്ക് നത്തുമൂസാന്ന് പേരിട്ടത് അത് അവരറിഞ്ഞിട്ടതാ. ആമിനകത്തെടുക്കാണ് ഇല്ല, പൂർത്തിയായില്ല. മറ്റൊരു മാതൃക കണ്ടെത്തണം. അതിനു മുമ്പേ നിങ്ങൾ നിങ്ങളുടെ തിരുമേനിയോട് പറയൂ, യേശുവായി ജനിച്ചു വീഴുന്ന മനുഷ്യപുത്രന്മാരെ യൂദാസുകളാക്കി മാറ്റിമറിക്കുന്ന ഈ സമൂഹക്രമം തിരുത്തി എഴുതാൻ. UP സ്കൂൾ കാലഘട്ടത്തിലാണ് സത്യൻ കാവിൽ കലാരംഗത്തേക്ക് എത്തുന്നത്. നാടകമായിരുന്നു തുടക്കം മുതൽ ഇദ്ദേഹത്തിന്റെ പ്രധാന മേഖല. എന്നാൽ ഒരു ഘട്ടത്തിൽ നാടകരംഗം തനിക്ക് പറ്റിയ മേഖലയല്ലെന്ന് തോന്നി അത് ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു. എന്നാൽ ആ ചിന്ത കളഞ്ഞ് നാടകത്തെ നെഞ്ചോട് ചേർത്ത് നാടകവേദികളിൽ കൂടുതൽ സജീവമാകാനാണ് സത്യൻ ശ്രമിച്ചത്. CKG തിയേറ്റേഴ്സും നെഹ്റു യുവ കേന്ദ്രയും ആഭിമുഖ്യത്തിൽ നടത്തിയൊരു നാടക കളരി ഉണ്ടായിരുന്നു കൂത്തുപറമ്പിൽ. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ചെറുവാഞ്ചേരിയിൽ ഒരു 3-4 പേർക്ക് അവിടെ പങ്കെടുക്കാനും ഈ നാടകക്കളിയായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പരിശീലനത്തിൽ ഏർപ്പെടാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നാടകം എന്ന് പറയുന്ന കല തൊട്ടാൽ പൊള്ളും എന്നൊരു ഗൗരവതരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആ ഒരു നാടക കളരിയിൽ നിന്നാണ് ഉണ്ടായത് ശരിക്കും. കാരണം പല മേഖലയെയും കൈവച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും വിജയിപ്പിച്ചുകൊണ്ട് പോകേണ്ടുന്ന ഒരു മാധ്യമമാണ് നാടകം എന്നത് ആ ഒരു കളരിയോട് കൂടിയിട്ട് മനസ്സിലാക്കിയപ്പോൾ ഇനി നാടകം വേണ്ട എന്നുള്ളൊരു തോന്നൽ. പക്ഷെങ്കിൽ അതിനെക്കാട്ടും ആവേശത്തിൽ വീണ്ടും നാടകത്തിലേക്ക് പ്രവേശിക്കാനാണ് എനിക്ക് സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നാടകപ്രവർത്തകൻ പപ്പൻ വള്ളിക്കാടും ഗുരുനാഥനായ പത്മനാഭനുമായിരുന്നു കലാരംഗത്ത് സത്യന്റെ വഴികാട്ടികൾ. പഠിപ്പിച്ചൊരു പത്മനാഭൻ, PV പത്മനാഭൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം അദ്ദേഹമാണ് ശരിക്കും അദ്ദേഹം ഈ കോമിക്ക് എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു അന്ന്. നാടകമല്ല, കോമിക്ക് ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമിക്ക് കളിക്കുക എന്നുള്ളതാണ്. അപ്പം മാസ്റ്റർ തന്നെ ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി തരും, വിഷയം എഴുതി തരും. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് അന്ന് സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞങ്ങൾ തന്നെ അത് ആലോചിച്ചിട്ടങ്ങ് ചെയ്തിട്ട് അന്ന് ഈ പരിപാടി അവതരിപ്പിക്കുകയാണ് പ്രധാന പരിപാടി. അങ്ങനെയാണ് കലാരംഗത്തേക്കുള്ളൊരു മനസ്സ് സഞ്ചരിക്കുക എന്ന് പറയുന്നത് ആ ഒരു സമയത്താണ്. പപ്പൻ വള്ളിക്കാട് എന്ന് പറയുന്ന ഒരു മഹാനായ നാടക പ്രതിഭ ചെറുവാഞ്ചേരി എത്തുകയും പെയിന്റിംഗ് തൊഴിലാളിയായ സത്യൻ ജീവിതം കരുപ്പിടിപ്പിക്കാനായി തൻ്റെ 28-ാം വയസ്സിൽ നാടകത്തോടും കലയോടും താൽക്കാലികമായി പാക്കപ്പ് പറഞ്ഞ് പ്രവാസ ലോകത്തേക്ക് ചേക്കേറി. എന്നാൽ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം അടങ്ങിയില്ല. പ്രവാസ ലോകത്തും ഇതോടെ ഇദ്ദേഹത്തെ തേടി അവസരങ്ങളെത്തി. പെയിന്റിങ്ങിന്റെ ജോലിക്ക് പോയൊരു വീട്ടിൽ നിന്നാണ് എനിക്ക് ഗൾഫിലേക്കുള്ള ഒരു ആലോചന അവിടെയുള്ള ഉമ്മ പറയുകയും അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ശരിക്കും ഒരു മരവിപ്പായിരുന്നു. ഈ നമ്മുടെ നാട് വിട്ടു പോവുകയും അല്ലെങ്കിൽ ഈ നാടകരംഗം കലാരംഗം വിട്ടു പോവുകയും വെറും ജോലി എന്ന ഒരു കാര്യത്തിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ വല്ലാതൊരു പിരിമുറുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പതുക്കെ അവിടെയുള്ള കലാകാരന്മാരായിട്ടും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ദുബായ് ചാപ്റ്ററിലൊരു അംഗമായിരുന്നു ഞാൻ. അങ്ങനെ അതിലൂടെ നിരവധി സാംസ്കാരിക പ്രവർത്തകരെയും കലാകാരന്മാരെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അഭിനയത്തിനൊപ്പം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുമുള്ള സത്യൻ കാവിലിന് മികച്ച നാടക സംവിധായകനുള്ള പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. 20 വർഷം നീണ്ട പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്കുള്ള സത്യന്റെ തിരിച്ചുവരവ് നാടകവേദികളിൽ നിന്നും വെള്ളിത്തിരയിലേക്കുള്ള ചുവടുവെപ്പ് കൂടിയായി മാറി. സജീവ് കിളികുളം സംവിധാനം ചെയ്ത കേരള ഹോംഗാർഡ് എന്ന സിനിമയിൽ അഭിഭാഷകന്റെ റോളിലാണ് സത്യൻ കാവിൽ ആദ്യമായി അഭിനയിച്ചത്. അങ്ങനെ ഒരു 10-20 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തുകയും എന്താണ് ഇവിടുത്തെ ഒരു ട്രെൻഡ്, എന്താ സാഹചര്യം നാടകത്തിൻ്റെതായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് ഒരു അന്വേഷണം ഒരു 3 വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷമാണ് വീണ്ടും ഞാൻ നാടക സംവിധാനത്തേക്കോ അല്ലെങ്കിൽ നാടകത്തെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചത് പിന്നീട് ശേഷമാണ്, 2-3 വർഷത്തിന് ശേഷം. ആ ഒരു സമയത്ത് തന്നെയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മോഹം ഈ നമ്മുടെ പ്രശാന്ത് പാട്യത്തിനെ കണ്ടുമുട്ടുകയും ഈ ആക്ടേഴ്സ് സ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് അംഗമാക്കുകയും അതിലൂടെ സിനിമാ മേഖലകളിലെ ആളുകളായിട്ടുള്ള പരിചയവും പിന്നെ വീഡിയോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ ആ ഒരു ഗ്രൂപ്പിലൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബാലൻ, കൂടാതെ ഒരു ജാതി ജാതകം, 18+, പത്തേമാരി, ആൻഡ് ദ ഓസ്കാർ ഗോസ് ടു തുടങ്ങി നിരവധി സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ ഇതിനകം സത്യൻ അഭിനയിച്ചിട്ടുണ്ട്. കള്ളക്കാമുകൻ എന്ന സിനിമയിലാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ചത്. രാജകുമാരൻ എന്ന വെബ് സീരീസിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബവും നാടും നൽകുന്ന പിന്തുണയും പ്രോത്സാഹനവുമാണ് തന്റെ കരുത്തെന്ന് സത്യൻ കാവിൽ പറയുന്നു. കുടുംബം എല്ലാവരും, ഭാര്യയായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവരും തന്നെ പിന്നെ അകമഴിഞ്ഞ സപ്പോർട്ടുകൾ. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും എല്ലാ അധിക കലാകാരന്മാരും അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ അപ്പുറത്ത് മാറ്റി വെച്ചുകൊണ്ട് പിന്നെ ഇപ്പോഴും അവരെല്ലാവിധ സപ്പോർട്ടും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഒപ്പം നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത പിന്നെ വലിയൊരു കാര്യമാണ് നാട്ടുകാർ തരുന്നത്. ദൈർഘ്യമുള്ള വലിയ വേഷങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും സിനിമയിൽ ലഭിക്കുന്ന അവസരങ്ങളിൽ താൻ പൂർണ്ണ സംതൃപ്തനാണെന്നാണ് ഈ കലാകാരൻ ഏറെ സന്തോഷത്തോടെ പറയുന്നത്. സ്നേഹിതന്മാരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാലേ അതത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള പരിഭവങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഞാനും ആ ഒരു സമയത്ത് ഒന്ന് ചമ്മി പോവാറുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ ശരിക്കുള്ള ഒരു ലക്ഷ്യമുണ്ട്. മലയാള സിനിമയിൽ നല്ലൊരു സാന്നിധ്യം ഉണ്ടാക്കണമെന്നുള്ള ഒരു പിന്നെ ആത്മവിശ്വാസം തന്നെയാണ്. സുജാതയാണ് ഭാര്യ. സ്നേഹജ്, കാവ്യ എന്നിവർ മക്കളാണ്. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.